വെൽക്കം ടു എച്ച് മന്ത്ര. ഞാൻ വിപിൻ മാബറ്റ. നമ്മൾ 5th ചാപ്റ്റർ 9th ചാപ്റ്ററിൻ്റെ 2 പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സ്ക്രീഷനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എക്സ്ക്രീഷൻ എന്താണ്, എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്താണ് അല്ലേ, പിന്നെ കുറച്ച് എക്സ്ക്രീറ്ററി ഓർഗൻസിൻ്റെ ലിവർ, സ്കിന്ന്, അതുപോലെ ലങ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗനായ കിഡ്നിയെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ. കിഡ്നിയുടെ ഡ്യൂട്ടി പറഞ്ഞു, കിഡ്നിയുടെ ബേസിക് യൂണിറ്റായ നെഫ്രോണിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ കിഡ്നിയുടെ അഫറൻറ്റ് വെസല്, ഇഫറൻറ്റ് വെസല് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മുടെ കിഡ്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നെഫ്രോൺസ്. കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് ആണ് ഇത് നെഫ്രോൺ. ആൻഡ് വാട്ട്സ് ദ ഡ്യൂട്ടി ഓഫ് നെഫ്രോൺ? നെഫ്രോൺസ് ആർ ദ അൾട്രാ ഫിൽറ്റേഴ്സ് ഇൻ അവർ കിഡ്നി. മനുഷ്യന്റെ കിഡ്നിയിലെ ഫിൽറ്ററുകളാണ് കിഡ്നി. ഞാൻ പറഞ്ഞു കിഡ്നിയുടെ ഡ്യൂട്ടി എന്താ വെച്ചാൽ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്യുന്ന സാധനമാണ് കിഡ്നി. കിഡ്നിയിൽ തന്നെ ഉള്ള ഫിൽറ്ററിങ് യൂണിറ്റ്സ് ആണ് ആര്? നെഫ്രോൺസ്. നെഫ്രോൺസ് ആണ് കിഡ്നിയിൽ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യുന്ന സാധനം. അപ്പോൾ ആ ഫിൽറ്റർ ചെയ്യുന്ന നെഫ്രോണിനെ കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെഫ്രോണിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഒന്നുകൂടെ പറയാണ്, നമ്മുടെ ബോഡിയിൽ കിഡ്നിയിൽ ഏകദേശം 10 ലക്ഷത്തിലധികം നെഫ്രോണുകൾ ഉണ്ടായിരിക്കും. നെഫ്രോണുകളാണ് കിഡ്നിയിൽ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യുന്ന അൾട്രാ ഫിൽറ്റേഴ്സ്. ഓക്കെ, ബ്ലഡിലെ കിഡ്നിയെ ഫിൽറ്റർ ചെയ്യുന്ന ഫിൽറ്ററുകളാണ് എന്ത്? അരിപ്പകളാണ് നെഫ്രോണുകൾ. നെഫ്രോൺ ആണ് എന്ത്? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ബേസിക് യൂണിറ്റ് ഓഫ് കിഡ്നി. കിഡ്നിയുടെ സ്ട്രക്ചറലും ഫങ്ഷണലുമായ ബേസിക് യൂണിറ്റുമാര് തന്നെയാണ് നെഫ്രോണുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഫ്രോണിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നെഫ്രോണിൻ്റെ പല ഭാഗങ്ങളുണ്ട്. നെഫ്രോണിൻ്റെ പല ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. നെഫ്രോണിൻ്റെ ഒരറ്റത്ത് കാണുന്ന ഒരു ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചറാണ് എന്ത്? ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, നെഫ്രോണിൻ്റെ ഒരറ്റത്ത് the one end of nephron. നെഫ്രോണിൻ്റെ ഒരറ്റത്ത് കാണുന്ന എന്താണത്? ഒരറ്റത്ത് കാണുന്ന ഡബിൾ വാൾ കപ്പ് ലൈക്ക് സ്ട്രക്ചർ. 2 വാളുള്ള, നിങ്ങൾക്കറിയാം ഇവിടെ കണ്ട 2 വാളുണ്ടാവും അല്ലേ. 2 വാളുള്ള ഒരു കപ്പ് പോലെയുള്ള ഭാഗമാണിത് ബൊമാൻസ് ക്യാപ്സ്യൂൾ. അപ്പൊ നെഫ്രോണിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഭാഗമാണിത്, ബൊമാൻസ് ക്യാപ്സ്യൂൾ. അപ്പൊ എന്താണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ? ഇത്രേ ഉള്ളൂ. നെഫ്രോണിന്റെ ഒരറ്റത്ത് കാണുന്ന ഡബിൾ വാൾഡ് 2 വാളുള്ള ഒരു കപ്പ് പോലെയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ ഈ 2 വാളിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ഇത് കാണാം അല്ലെ, ഇവിടെ കാണുന്ന ഈ സ്പേസ്, ആ ഡബിൾ വാളിന്റെ ഇടയിൽ കാണുന്ന ആ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപ്സ്യുലാർ സ്പേസ്. എന്താ വിളിക്കാം? ക്യാപ്സ്യുലാർ സ്പേസ്. ഓക്കെ, അപ്പൊ ഇത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താ പറഞ്ഞത്? ക്യാപ്സ്യുലാർ സ്പേസും ബൊമാൻസ് ക്യാപ്സ്യൂളും നമ്മളെ വ്യത്യാസം എന്താണ്? ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നെഫ്രോണിന്റെ ഒരറ്റത്ത് കാണുന്ന ഡബിൾ വാളുള്ള ഒരു കപ്പ് പോലുള്ള ഭാഗമാണിത് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ആ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ 2 വാളിനും ഇടയ്ക്ക് കാണുന്ന ഈ ഒരു സ്പേസിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്യാപ്സ്യുലാർ സ്പേസ്. ഓക്കെ, അപ്പൊ 2 ഭാഗമായേ. ഇനി നിങ്ങൾക്കറിയാം കിഡ്നിയിലേക്ക് ബ്ലഡിനെ കൊണ്ടുവരണം അല്ലെ. ഫിൽറ്റർ ചെയ്യാനുള്ള ബ്ലഡിനെ കിഡ്നിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബ്ലഡ് വെസൽ ഉണ്ടായിരുന്നു. ഏതായിരുന്നു ബ്ലഡ് വെസൽ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞാണ്. The blood vessel which carry blood into the kidney. കിഡ്നിയിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന കിഡ്നിയിലെ ബ്ലഡ് വെസലിനെ വിളിക്കുന്ന പേരായിരുന്നു, എന്തായിരുന്നു പേര്? എന്തായിരുന്നടാ പറയാം? അതന്നെ അല്ലേ, റീനൽ ആർട്ടറി അല്ലേ, റീനൽ ആർട്ടറി. അപ്പൊ കിഡ്നിയിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന കട്ടാവുന്നുണ്ടോ? ഓക്കെ, കട്ടായി പോകുന്നുണ്ട് അല്ലേ. അപ്പം ഒന്ന് ശ്രദ്ധിക്കാം, അപ്പർ പാർട്ട് കട്ടായി പോകുന്നുണ്ട്. റീനൽ ആർട്ടറി. ഓക്കെ, റീനൽ ആർട്ടറി. അപ്പൊ എന്താണ് റീനൽ ആർട്ടറി? റീനൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലാണ് റീനൽ ആർട്ടറി. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണ്. ഈ റീനൽ ആർട്ടറി കുറെ ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്യും.
റീനൽ ആർട്ടറി ഒരുപാട് ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്യും. ഓരോ ബ്രാഞ്ചും എന്ത് ചെയ്യും? ഓരോ നെഫ്രോണിലേക്ക് പ്രവേശിക്കും. ഓരോ നെഫ്രോണിലെ ഓരോ ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്കും പ്രവേശിക്കും. ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യും? റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യും? നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കും. റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യും? ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കും. ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ എത്ര 10 ലക്ഷത്തോളം നെഫ്രോണുകളുണ്ട്. ഓരോ ആർട്ടറിയുടെ റീനൽ ആർട്ടറിയുടെ ഓരോ പീസ് എന്ത് ചെയ്യും? ഓരോ നെഫ്രോണിന്റെ ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം ഒന്നിന്റെ സ്ട്രക്ചർ പഠിക്കാം. അപ്പോൾ എന്താ പറഞ്ഞത്? റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച്, റീനൽ ആർട്ടറിയുടെ ഒരു കഷ്ണം എന്ത് ചെയ്യും? ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കും. ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കുന്ന റീനൽ ആർട്ടറിയുടെ ആ ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഫറന്റ് വെസൽ. ഓക്കെ, എന്താ പറഞ്ഞത്? റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യും? ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ റീനൽ ആർട്ടറിയുടെ ആ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അഫറന്റ് വെസൽ. മനസ്സിലായല്ലോ? ഇനി ഈ അഫറന്റ് വെസല് റീനൽ ആർട്ടറിയുടെ അഫറന്റ് വെസൽ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറെ കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരുപാട് കുഞ്ഞു ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു നൂലുണ്ട പോലെ, നൂൽക്കെട്ട് പോലെ, നൂലിന്റെ ബോൾ പോലെ ആയിട്ട് മാറും. അപ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ എത്തിയ അഫറന്റ് വെസൽ എന്ത് ചെയ്യും? ഒരുപാട് കുഞ്ഞു ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്യും. ആ കുഞ്ഞു ബ്രാഞ്ചസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഉരുണ്ട നൂൽക്കെട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ അല്ലെങ്കിൽ അഫറന്റ് വെസല് ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ എത്തി കുഞ്ഞു ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്യും. ആ ബ്രാഞ്ചസ് എല്ലാം ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ്. എന്താ വിളിക്കാം? ഗ്ലോമറുലസ്. ഓക്കെ, അപ്പൊ എന്താണ് ഗ്ലോമറുലസ്? ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? അഫറന്റ് വെസല് ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ആ അഫറന്റ് വെസൽ എന്ത് ചെയ്യും? ഒരുപാട് കുഞ്ഞു ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്യും. ആ കുഞ്ഞു ബ്രാഞ്ചുകളെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്നവരാണ് ഗ്ലോമറുലസ്. ഓക്കെ, ഈ ബ്രാഞ്ചസിന്റെ മുകളിലൊക്കെ, ഈ കുഞ്ഞു ബ്രാഞ്ചസിന്റെ ബ്ലഡ് വെസലിന്റെ കുഞ്ഞു ബ്രാഞ്ചസിന്റെ മുകളിലൊക്കെ എന്തുണ്ടാവും? മൈന്യൂട്ട് പോർസ് ഉണ്ടാവും. ചെറിയ കുഞ്ഞു ഹോളുകൾ ഉണ്ടാവും. ആ ഹോൾസിലൂടെയാണ് ശരിക്കും എന്ത് നടക്കുന്നത്? അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത്. ഓക്കെ, നമുക്ക് എവിടെ പഠിക്കാം? യൂറിൻ ഫോർമേഷൻ എന്ന ടോപ്പിക്കിൽ പഠിക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് സ്ട്രക്ചറിന്റെ ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോവാം. എന്താണ് ഭാഗം? അടുത്ത ഭാഗമാണ് ഗ്ലോമറുലസ്. എന്താണ് ഗ്ലോമറുലസ്? ഇത്രയേ ഉള്ളൂ. അഫറന്റ് വെസലിന്റെ ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു? ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ അഫറന്റ് വെസൽ ഒരുപാട് കുഞ്ഞു ബ്രാഞ്ചുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ ചെറിയ ബ്രാഞ്ചുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ ബ്രാഞ്ചുകളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്ലോമറുലസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഈ ഗ്ലോമറുലസിലെ കുഞ്ഞു ബ്രാഞ്ചുകൾ, ഈ എല്ലാ കുഞ്ഞു ബ്രാഞ്ചുകളും കൂടെ റീയൂണൈറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ ബ്ലഡ് വെസൽ ആയിട്ട് ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ പുറത്തേക്ക് വരും. ഓക്കെ, ഗ്ലോമറുലസിലെ ആ കുഞ്ഞു ബ്രാഞ്ചുകളെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ഒരു സിംഗിൾ ബ്ലഡ് വെസൽ ആയിട്ട് പുറത്തേക്ക് വരും. ആ സിംഗിൾ ബ്ലഡ് വെസലിനെ വിളിക്കുന്നവരാണ് ഇഫറന്റ് വെസൽ. ഓക്കെ, അഫറന്റ് വെസലിലേക്ക് കൂടുതൽ തിക്നെസ് കേട്ടോ. അഫറന്റ് വെസലും ഇഫറന്റ് വെസലും മാറിപ്പോയത്. അഫറന്റ് വെസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച് ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കുന്നു. ആ ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കുന്ന റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് അഫറന്റ് വെസൽ. ഓക്കെ, അഫറന്റ് വെസല് ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് കുഞ്ഞു ബ്രാഞ്ചുകളായിട്ട് മാറും. ആ ബ്രാഞ്ചുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്ലോമറുലസ്. ആ കുഞ്ഞു ബ്രാഞ്ചുകളെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും? ഒരു സിംഗിൾ ബ്ലഡ് വെസൽ ആയിട്ട് ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ പുറത്തേക്ക് വരും. അതാണ് ഇഫറന്റ് വെസൽ കേട്ടോ. അപ്പോൾ അഫറന്റ് വെസലിനായിരിക്കും കൂടുതൽ തിക്നെസ് കേട്ടോ, കൂടുതൽ വണ്ണം ഉണ്ടാവുക അഫറന്റ് വെസലിനായിരിക്കും. അതെന്തിനാണ് നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാം. അപ്പോൾ അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? എന്തായിരുന്നു? ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കുന്ന ബ്ലഡ് വെസലാണ് അഫറന്റ് വെസല്.
ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ പുറത്തേക്ക് വരുന്ന ബ്ലഡ് വെസലാണ് ഇഫറന്റ് വെസൽ. ഓക്കെ, ഈ ഇഫറന്റ് വെസൽ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇതിന്റെ ബാക്കി നമുക്ക് പഠിക്കാണ്ട്, അത് എങ്ങോട്ടാണ് പോകണമെന്ന് പഠിക്കാം. അതിന് മുമ്പ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഈ ക്യാപ്സുലാർ സ്പേസ്, ഈ ക്യാപ്സുലാർ സ്പേസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്, അല്ലെ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എന്തുണ്ടാവും, നമുക്ക് ഒരു യു ഷേപ്പിലുള്ള ഒരു ലോങ് ട്യൂബ് കാണാൻ പറ്റും. ഒരു യു ഷേപ്പിലുള്ള ഒരു ലോങ് ട്യൂബ് കാണാൻ പറ്റും. ആ യു ഷേപ്പിലുള്ള ലോങ് ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീനൽ ട്യൂബ്യൂൾ. എന്താ വിളിക്കുക, ഗൂഗിളിൽ കേട്ടോ, റീനൽ ട്യൂബ്യൂൾ എന്ന് വിളിക്കും. റീനൽ ട്യൂബ് എന്ന് വിളിക്കും കേട്ടോ. റീനൽ ട്യൂബ് അല്ലെങ്കിൽ റീനൽ ട്യൂബ്യൂൾ എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് റീനൽ ട്യൂബ് അല്ലെങ്കിൽ റീനൽ ട്യൂബ്യൂൾ? ഇത്രയേ ഉള്ളൂ. എന്തായതാ, ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണുന്ന യു ഷേപ്പിലുള്ള ട്യൂബാണിത്, റീനൽ ട്യൂബ്യൂൾ. ഓക്കെ, ഇനി ഈ റീനൽ ട്യൂബ്യൂൾ ഓപ്പൺ ചെയ്യാം. ഈ റീനൽ ട്യൂബ്യൂൾ ഓപ്പൺ ചെയ്യുക ഒരു സിംഗിൾ, ഒരു വലിയ ലോങ് ട്യൂബിലേക്കാണ്. ആ ലോങ് ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കളക്റ്റിംഗ് ഡക്റ്റ്. കളക്റ്റിംഗ് ഡക്റ്റ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് പറഞ്ഞിരുന്നു, മെഡുല്ലയും കോർട്ടക്സും പറഞ്ഞിരുന്നു അല്ലേ. ഔട്ടർ പാർട്ട് കോർട്ടക്സ്, ഇന്നർ പാർട്ട് മെഡുല്ല എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിൽ ഇന്നർ പാർട്ടായ മെഡുല്ലയിൽ നെഫ്രോണിന്റെ ഏത് ഭാഗം കാണുന്നതിന് പറഞ്ഞത്, നെഫ്രോണിന്റെ ഒരു ലോങ് ട്യൂബ് കാണുന്നു പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടല്ലോ അല്ലേ. ആ ലോങ് ട്യൂബാണിത്, കളക്റ്റിംഗ് ഡക്റ്റ് കേട്ടോ. നെഫ്രോണിന്റെ ഔട്ടർ പാർട്ടായ കോർട്ടക്സിൽ ഫിൽറ്ററിംഗ് പാർട്ട് കാണും. ഈ ബാക്കി ഭാഗമൊക്കെ കാണുക എവിടെയാണ്, ഔട്ടർ പാർട്ടായ കോർട്ടക്സിലാണ്. ഇന്നർ പാർട്ടായ മെഡുല്ലയിൽ കാണുക എവിടെയാണ്, എന്താണ് കാണുക, ആ ഫിൽറ്ററിന്റെ ബാക്കിയുള്ള യൂണിറ്റ് ആണ്, ട്യൂബാണ്. ആ ട്യൂബാണിത്, കളക്റ്റിംഗ് ഡക്റ്റ്. ഇതെങ്ങോട്ടായിരുന്നു ഓപ്പൺ ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ഈ കളക്റ്റിംഗ് ഡക്റ്റ് എങ്ങോട്ടായിരുന്നു ഓപ്പൺ ചെയ്തത്, എങ്ങോട്ടായിരുന്നടാ, അതെ, പെൽവിസിലേക്ക് അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് പെൽവിസിലേക്ക്. അപ്പം എല്ലാ നെഫ്രോണിൽ നിന്ന് വരുന്ന കളക്റ്റിംഗ് ഡക്റ്റും എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുക, പെൽവിസിലേക്കാണ് ഓപ്പൺ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണുന്ന, ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ തുടർച്ചയായിട്ട് കാണുന്ന യു ഷേപ്പിലുള്ള ലോങ് ട്യൂബാണിത്, റീനൽ ട്യൂബ്യൂൾ. ഓക്കെ, അല്ലെങ്കിൽ റീനൽ ട്യൂബ് എന്നും പറയും. ഈ റീനൽ ട്യൂബ് എങ്ങോട്ട് ഓപ്പൺ ചെയ്യാം, ഈ റീനൽ ട്യൂബ് കളക്റ്റിംഗ് ഡക്റ്റിലേക്കാണ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, കളക്റ്റിംഗ് ഡക്റ്റിൽ വെച്ചിട്ട് എന്താണ് സംഭവിക്കുക എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ വർക്കിംഗ്, യൂറിൻ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഈ കളക്റ്റിംഗ് ഡക്റ്റിലേക്കാണ് എന്ത് ചെയ്യുക, റീനൽ ട്യൂബ്യൂള് ഓപ്പൺ ചെയ്യുക. ഈ കളക്റ്റിംഗ് ഡക്റ്റ് പിന്നീട് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ മെഡുല്ല പാർട്ടിൽ കാണുന്ന നെഫ്രോണിന്റെ ഭാഗമാണ് ഈ കളക്റ്റിംഗ് ഡക്റ്റ്. ഈ കളക്റ്റിംഗ് ഡക്റ്റ് പിന്നീട് പെൽവിസിലേക്കാണ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം. ഒരു ഭാഗം കൂടെ നമ്മളിവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഇഫറന്റ് വെസൽ. ഈ ഇഫറന്റ് വെസലിന് ഇനി എന്ത് സംഭവിക്കുന്നു നോക്കാം. ഈ ഇഫറന്റ് വെസൽ എന്ത് ചെയ്യും, ഈ ഇഫറന്റ് വെസൽ ഇങ്ങനെ താഴേക്ക് വരും. താഴേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്യും. ഇഫറന്റ് വെസൽ എന്ത് ചെയ്യും, കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും, ഇത് ഈ റീനൽ ട്യൂബ്യൂളിനെ വൈൻഡ് ചെയ്യും. ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്തിട്ട് കേട്ടോ. ഈ ഇഫറന്റ് വെസൽ കുഞ്ഞു ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ റീനൽ ട്യൂബ്യൂളിനെ വൈൻഡ് ചെയ്യും. ഈ റീനൽ ട്യൂബ്യൂളിനെ വൈൻഡ് ചെയ്തിട്ട് ഇത് കുഞ്ഞു ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്യും കേട്ടോ. ഈ ഇഫറന്റ് വെസൽ കുഞ്ഞു ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്തിട്ട് റീനൽ ട്യൂബ്യൂളിനെ വൈൻഡ് ചെയ്യും. കുറേ ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. ഈ ബ്രാഞ്ചസ് ഒക്കെ എന്ത് ചെയ്യും, ഈ ബ്രാഞ്ചസ് ഒക്കെ റീനൽ ട്യൂബ്യൂളിനെ വൈൻഡ് ചെയ്യും. ഈ ബ്രാഞ്ചസ് എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ഈ റീനൽ ട്യൂബ്യൂളിന്റെ വൈൻഡ് ചെയ്യുന്ന എല്ലാ ബ്രാഞ്ചസും കൂടി ചേർന്നിട്ട് ഒരു സിംഗിൾ ബ്ലഡ് വെസൽ ആയിട്ട് മാറും. ആ ബ്ലഡ് വെസൽ പിന്നീട് എന്ത് ചെയ്യും, നമ്മുടെ റീനൽ വെയിനിലേക്ക് ഓപ്പൺ ചെയ്യും. റീനൽ വെയിൻ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. റീനൽ വെയിൻ എന്തായിരുന്നു, റീനൽ വെയിനും റീനൽ ആർട്ടറിയും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്തായിരുന്നു റീനൽ വെയിനും റീനൽ ആർട്ടറിയും തമ്മിലുള്ള വ്യത്യാസം. റീനൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ കിഡ്നിയിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്ന വെസലാണ് റീനൽ ആർട്ടറി. കിഡ്നിയുടെ പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നതാണ്, ഫിൽട്രേഷൻ ശേഷമുള്ള ബ്ലഡിനെ കിഡ്നിയുടെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഇത് റീനൽ വെയിൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ റീനൽ ട്യൂബ്യൂളിനെ ചുറ്റിയിട്ട് എന്തുണ്ടാവും, ഈ ഇഫറന്റ് വെസൽ കുഞ്ഞു ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ബ്രാഞ്ചസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ റീനൽ ട്യൂബ്യൂളിനെ വൈൻഡ് ചെയ്യും, ചുറ്റും.
ഈ റീനൽ ട്യൂബ്യൂളിനെ ചുറ്റിയിട്ട് ഈ ഒരറ്റത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യും, ആ കുഞ്ഞു ബ്രാഞ്ചുകളെല്ലാം കൂടെ റീയുണൈറ്റ് ചെയ്യും, കൂടിച്ചേരും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു സിംഗിൾ ബ്ലഡ് വെസലായിട്ട് മാറും. ആ സിംഗിൾ ബ്ലഡ് വെസൽ എന്ത് ചെയ്യും, നമ്മുടെ റീനൽ വെയിനിലേക്ക് ഓപ്പൺ ചെയ്യും. റീനൽ വെയിനിലേക്ക് വന്ന് തുറക്കും. ഇതൊരു ആർട്ടറി കേട്ടോ, ഇതൊരു നെഫ്രോൺ. ഇതാണ് ഒരു നെഫ്രോണിന്റെ സ്ട്രക്ചർ. ഇങ്ങനെ പല നെഫ്രോണിൽ നിന്ന് വരുന്ന ഒരു 10 ലക്ഷത്തോളം നെഫ്രോണുകളുണ്ട്. ആ നെഫ്രോണിൽ നിന്ന് വരുന്ന എല്ലാ ഈ കുഞ്ഞു ബ്രാഞ്ചുകളും എങ്ങോട്ട് ഓപ്പൺ ചെയ്യും, റീനൽ വെയിനിലേക്കാണ് ഓപ്പൺ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു റീനൽ ആർട്ടറി കുറേ ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്യും. ഓരോ ബ്രാഞ്ചും ഓരോ നെഫ്രോണിലേക്കാണ് പോവുക. അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. എന്ത്, പിന്നെ ഓരോ നെഫ്രോണിൽ നിന്നും ഇത്തരത്തിൽ ഓരോ ബ്ലഡ് വെസൽ വരും. ഈ ബ്ലഡ് വെസൽ പോലെ ഓരോ ബ്ലഡ് വെസൽ ഓരോ നെഫ്രോണിൽ നിന്ന് വരും. ആ എല്ലാ ബ്ലഡ് വെസലും എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുക, റീനൽ വെയിനിലേക്കാണ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് എന്തിനാ പഠിക്കാനുള്ളത്, നെഫ്രോണിൻ്റെ സ്ട്രക്ചർ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ സ്ട്രക്ചർ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്ന യൂറിൻ ഫോർമേഷൻ എന്ന ടോപ്പിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു ഭാഗം പറയാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ ഇതിനെ വൈൻഡ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇഫറന്റ് വെസൽ കുറേ ബ്രാഞ്ചസ് ആയിട്ട് മാറും. ആ ബ്രാഞ്ചസ് എല്ലാം കൂടെ എന്ത് ചെയ്യും, ആ ബ്രാഞ്ചസ് കംപ്ലീറ്റ് റീനൽ ട്യൂബ്യൂളിനെ വൈൻഡ് ചെയ്യും അല്ലേ. ആ റീനൽ ട്യൂബ്യൂളിനെ വൈൻഡ് ചെയ്ത ആ ബ്ലഡ് വെസലുകളെ, ആ കുഞ്ഞു ബ്ലഡ് വെസലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരി ട്യൂബുലാർ ക്യാപ്പിലറീസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക, പെരി ട്യൂബുലാർ ക്യാപ്പിലറീസ്. ഓക്കെ, അപ്പോൾ പെരി ട്യൂബുലാർ ക്യാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെരി ട്യൂബുലാർ ക്യാപ്പിലറീസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇഫറന്റ് വെസല് ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്തിട്ട് റീനൽ ട്യൂബ്യൂളിനെ വൈൻഡ് ചെയ്യും. റീനൽ ട്യൂബ്യൂളിന് ചുറ്റും വൈൻഡ് ചെയ്ത് കാണുന്ന ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പെരി ട്യൂബുലാർ ക്യാപ്പിലറീസ്. ഓക്കെ, അപ്പോൾ എത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്, നെഫ്രോണിൻ്റെ സ്ട്രക്ചർ പഠിക്കാനുള്ളത്. ഞാൻ വീണ്ടും പറയാണ്, കറക്റ്റ് വീഡിയോ കാണുക, നല്ല രീതിയിൽ പഠിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന അടുത്ത ടോപ്പിക്, ഇതിൻ്റെ തുടർച്ചയായി വരുന്ന അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ ഏതാണ്, യൂറിൻ ഫോർമേഷൻ. എങ്ങനെയാണ് യൂറിൻ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ളത്. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നന്നായിട്ട് കാണുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. നിങ്ങളുടെ സാറിൻ്റെ അടുത്തൊക്കെ നമ്പർ ഉണ്ടാവും. എന്നിട്ട് എന്നെ വിളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡൗട്ടൊക്കെ ചോദിക്കുക. എന്നിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് വേണം അടുത്ത വീഡിയോ സാറ് 4th പീരീഡ്, ഈ ചാപ്റ്ററിൻ്റെ 4th പീരീഡ് നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് ഇട്ട് തരുമ്പോൾ എന്ത് ചെയ്യണം, അത് കാണണമെങ്കിൽ, അല്ലെ അത് മനസ്സിലാവുന്ന മുന്നേ ഇത് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്, നെഫ്രോണിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയുമാണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം, സിമ്പിൾ ടോപ്പിക്കാണ്, മനസ്സിലാക്കി പഠിച്ചാൽ ഒന്നുമില്ല, എളുപ്പമാണ്. ഇത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലാണ് റീനൽ ആർട്ടറി. റീനൽ ആർട്ടറി എന്ത് ചെയ്യും, കുറേ ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. ആദ്യം നമ്മൾ ബൊമാൻസ് ക്യാപ്സ്യൂൾ വെച്ചിട്ട് തുടങ്ങി അല്ലേ. ഓക്കെ, അങ്ങനെ തന്നെ തുടങ്ങാം. എന്താ പറഞ്ഞത്, ബൊമാൻസ് ക്യാപ്സ്യൂൾ നെഫ്രോണിൻ്റെ ഒരറ്റത്ത് കാണുന്ന കപ്പ് പോലെയുള്ള ടു വാൾഡ് സ്ട്രക്ചർ, 2 വാളുള്ള കപ്പ് പോലെയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്, ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ 2 വാളിന്റെ ഇടയിലുള്ള സ്പേസ് ആണ് ക്യാപ്സുലാർ സ്പേസ്. പിന്നെന്താ പറഞ്ഞത്, പിന്നെ പറഞ്ഞു റീനൽ ആർട്ടറി, കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യും, ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കും. റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച് ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കും. ആ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് അഫറന്റ് വെസൽ. ഓക്കെ, പിന്നെ പറഞ്ഞു അഫറന്റ് വെസൽ എന്ത് ചെയ്യും, കുഞ്ഞു ബ്രാഞ്ചുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അഫറന്റ് വെസൽ കുഞ്ഞു ബ്രാഞ്ചുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ കുഞ്ഞു ബ്രാഞ്ചുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഈ കുഞ്ഞു ബ്രാഞ്ചുകൾ എല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ്. മനസ്സിലായോ അല്ലേ, മനസ്സിലായില്ലേ? റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചായ അഫറന്റ് വെസൽ ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കുന്നു. ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലെത്തിയ അഫറന്റ് വെസൽ കുഞ്ഞു ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്യും.
ആ ബ്രാഞ്ചസിനെല്ലാം ചേർത്ത് വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ്. ഓക്കെ, ഗ്ലോമറുലസിലെ കുഞ്ഞു ബ്രാഞ്ചുകളെല്ലാം ചേർന്നിട്ട് മറ്റൊരു ബ്ലഡ് വെസലായിട്ട് മാറും. ആ ബ്ലഡ് വെസലാണ് ഇഫറന്റ് വെസൽ. ഓക്കെ, ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കുന്ന അഫറന്റ് വെസൽ, പുറത്തേക്ക് വരുന്ന ഇഫറന്റ് വെസൽ. ഓക്കെ, ആ ഇഫറന്റ് വെസൽ തൽക്കാലം ഞാൻ അവിടെ നിർത്തിയിട്ടാണ് ബാക്കി പറഞ്ഞത്. ബാക്കി എന്തായിരുന്നു പറഞ്ഞത്? ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ തുടർച്ചയായിട്ട് കാണുന്ന ഈ യു ഷേപ്പിലുള്ള ട്യൂബ്, ഈ യു ഷേപ്പിലുള്ള ട്യൂബിനെ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? റീനൽ ട്യൂബ്യൂൾ എന്ന് വിളിക്കാം. ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ തുടർച്ചയായിട്ട് കാണുന്ന യു ഷേപ്പിലുള്ള ട്യൂബാണ് റീനൽ ട്യൂബ്യൂൾ. ഈ റീനൽ ട്യൂബ്യൂൾ എങ്ങോട്ട് ഓപ്പൺ ചെയ്യും? ഈ റീനൽ ട്യൂബ്യൂള് കളക്റ്റിംഗ് ഡക്റ്റിലേക്കാണ് ഓപ്പൺ ചെയ്യുക. റീനൽ ട്യൂബ്യൂൾ ഓപ്പൺ ചെയ്യുന്ന ലോങ് ട്യൂബാണ് കളക്റ്റിംഗ് ഡക്റ്റ്. ഈ കളക്റ്റിംഗ് ഡക്റ്റ് പിന്നീട് എങ്ങോട്ട് ഓപ്പൺ ചെയ്യാം? ഈ കളക്റ്റിംഗ് ഡക്റ്റ് പെൽവിസിലേക്ക് ഓപ്പൺ ചെയ്യും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? പിന്നെ പറഞ്ഞത് ഈ ഇഫറന്റ് വെസൽ കുഞ്ഞു ബ്രാഞ്ചുകളായി സ്പ്ലിറ്റ് ചെയ്യും. കുഞ്ഞു ബ്രാഞ്ചുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ റീനൽ ട്യൂബ്യൂളിനെ വൈൻഡ് ചെയ്യും. ഇഫറന്റ് വെസൽ കുഞ്ഞു ബ്രാഞ്ചസ് ആയി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ റീനൽ ട്യൂബ്യൂളിനെ എന്ത് ചെയ്യും? വൈൻഡ് ചെയ്യും. റീനൽ ട്യൂബ്യൂളിന് ചുറ്റും വൈൻഡ് ചെയ്ത് കാണപ്പെടും. ഈ റീനൽ ട്യൂബ്യൂളിന് ചുറ്റും വൈൻഡ് ചെയ്ത് കാണുന്ന ഇഫറന്റ് വെസലിന്റെ ഈ ബ്രാഞ്ചുകളെ, ആ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പെരിട്യൂബുലാർ ക്യാപ്പിലറീസ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു, ഈ പെരിട്യൂബുലാർ ക്യാപ്പിലറീസിന്റെ ബ്രാഞ്ചസ് എല്ലാം കൂടെ റീയൂണൈറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ ബ്ലഡ് വെസലായി മാറും. ഈ റീനൽ ട്യൂബ്യൂളിന്റെ പെരിട്യൂബുലാർ ക്യാപ്പിലറീസിന്റെ ബ്രാഞ്ചസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു സിംഗിൾ ബ്ലഡ് വെസലായിട്ട് മാറും. ആ സിംഗിൾ ബ്ലഡ് വെസൽ എന്ത് ചെയ്യും? റീനൽ വെയിനിലേക്ക് ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? നെഫ്രോണിന്റെ സ്ട്രക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം റിപ്പീറ്റ് ചെയ്യാണ്. ഈ വീഡിയോ കറക്റ്റ് കാണാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സായ യൂറിൻ ഫോർമേഷൻ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നെഫ്രോണിന്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ. അപ്പോൾ നെഫ്രോണിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ബൊമാൻസ് ക്യാപ്സ്യൂൾ, ക്യാപ്സുലാർ സ്പേസ്, അഫറന്റ് വെസല്, ഗ്ലോമറുലസ് കൂടി ചേർന്നുണ്ടാവുന്ന ഇഫറന്റ് വെസല്, പിന്നെ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കാണുന്ന റീനൽ ട്യൂബ്യൂള്, അത് ഓപ്പൺ ചെയ്യുന്ന കളക്റ്റിംഗ് ഡക്റ്റ്, പിന്നെന്ത് പറഞ്ഞു? ഇഫറന്റ് വെസലിന്റെ ബ്രാഞ്ചസ് വൈൻഡ് ചെയ്യുന്നു, ആ ഭാഗമായ പെരിട്യൂബുലാർ ക്യാപ്പിലറീസ്. പിന്നെന്താ പറഞ്ഞത്? പിന്നെ ഈ പെരിട്യൂബുലാർ ക്യാപ്പിലറീസ് കൂടി ചേർന്നിട്ട് ഓപ്പൺ ചെയ്യുന്ന റീനൽ വെയിൻ, ഇവിടെ റീനൽ ആർട്ടറി. ഇത്രയും ഭാഗങ്ങൾ പഠിച്ചാൽ എന്ത് കഴിഞ്ഞാൽ നമ്മുടെ നെഫ്രോണിന്റെ സ്ട്രക്ചർ അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് യൂറിൻ ഫോർമേഷൻ ആണ്, എങ്ങനെയാണ് യൂറിൻ ഉണ്ടാവുന്നത് എന്നാണ് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ കാര്യം കൃത്യമായിട്ട് പഠിച്ച് വ്യക്തമാക്കി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? യൂറിൻ ഫോർമേഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അതുവരെ ഇറ്റ്സ് ബേ വിപിൻ മാമ്പറ്റ. ഗുഡ് ബൈ.